അനന്തശായിയായ മഹാവിഷ്ണു ഭഗവാൻ പിറവി കൊണ്ട സ്ഥലം, പുണ്യഭൂമി. ശ്രീ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം. ഇത് തിരുവനന്തപുരത്തെ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമാണ്. അനന്തപുരം ക്ഷേത്രം. ഇത് സ്ഥിതി ചെയ്യുന്നത് കുമ്പളയിലാണ്. കേരള കർണാടക അതിർത്തിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു തീർത്ഥക്കുള ക്ഷേത്രമാണ്. ലേക്ക് ടെമ്പിൾ. കേരളത്തിലെ ഒരേ ഒരു ലേക്ക് ടെമ്പിൾ എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. അതിപുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം വളരെ മനോഹരമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ എടുത്തു പറയത്തക്ക മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ കാവൽക്കാരൻ ഒരു മുതലയാണ്. വർഷങ്ങളായി മുതലയാണ് ഈ ക്ഷേത്രത്തിൻ്റെ കാവൽക്കാരൻ. വെജിറ്റേറിയനാണ് കേട്ടോ, സസ്യാഹാരിയാണ്. ക്ഷേത്രത്തിൽ നിന്നുള്ള പടച്ചോറും മുതല നിവേദ്യവുമാണ് ഈ മുതലയ്ക്ക് നമ്മൾ നൽകാറുള്ളത്. ക്ഷേത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടും ഈ മുതല നിവേദ്യം എന്ന് പറയുന്നതാണ്. ബ്രിട്ടീഷ് കാലത്ത് ബ്രിട്ടീഷുകാരാണ് ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ മുതലയെ വധിച്ചത്. അതിനുശേഷം ഈ ക്ഷേത്രത്തിലുണ്ടായിരുന്ന മുതല ഈ അടുത്ത കാലത്ത് പ്രായാധിക്യം മൂലം മരണപ്പെട്ടു. പിന്നീട് വന്ന പുതിയ മുതലയാണ് ഈ ക്ഷേത്രക്കുളത്തിലുള്ളത്. അങ്ങനെ മുതല കാവൽ നിൽക്കുന്ന ഒരു ക്ഷേത്രം എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. നോക്കൂ, ആ ബോർഡിൽ കാണുന്നുണ്ട് മുതല നിവേദ്യം. മുതല നിവേദ്യം ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകതയാണ്. അപ്പോൾ ഈ മുതല അങ്ങനെ തുടർച്ചയായിട്ട് ഈ ക്ഷേത്രത്തിൽ കാണപ്പെടും. ഈ മുതലയെ കാണുക എന്നുള്ളതൊരു വലിയ ഭാഗ്യമാണ് കേട്ടോ. ക്ഷേത്രത്തിനടുത്തുള്ള ഒരു കുളമാണിത്. ഭൂഗർഭമായിട്ടുള്ള ഒരറയിലൂടെ കടന്ന് ഈ കുളത്തിലെത്തി ഈ മുതല വിശ്രമിക്കാറുണ്ട്. ഈ മുതല കാവൽ നിൽക്കുന്ന ക്ഷേത്രം എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പെരുമയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ വരുന്നത് ഒരു വലിയ ഭാഗ്യമാണ്.